ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പല ആവർത്തി അറിവുള്ളവരാണ്. പ്രാർത്ഥന കൂടാതെ നമുക്കൊരു കാര്യവും ഇവിടെ നടക്കുകയില്ല എന്നുള്ള യഥാർത്ഥമായ ബോധ്യവും നമ്മളുടെ ജീവിതത്തിൻ്റെ മേലുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എവിടെ വരെ എത്തും? നമ്മുടെ പ്രാർത്ഥന എന്നത് അന്തരീക്ഷ മണ്ഡലങ്ങളെ കീറി മുറിച്ച് ദൈവസന്നിധിയിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രിയ ദൈവവേദലേ, ഇന്ന് ഞാൻ അതാണ് പറയാൻ പോകുന്നത്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആഴമേറിയ ദൈവിക ബന്ധമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 8-ാം അധ്യായം 3-4 വചനഭാഗങ്ങൾക്കകത്ത് ശക്തിയോടെ വചനം ഇങ്ങനെ പറയുകയാണ്: ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. പ്രിയ ദൈവവേദലേ, ഇങ്ങനെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്തൻ പറയുകയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപകലശം. അതുകൂടെ ചേർത്താണ് കർത്താവ് ഒരു സൗരഭ്യ വാസന അവിടെ ഉണ്ടാക്കുന്നത്. പ്രിയ ദൈവവേദലേ, അങ്ങനെയെങ്കിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്രത്തോളം ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് കർത്തൻ്റെ വചനത്തിൽ വിളിച്ചു പറയുന്നത്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. കണ്ടില്ല എന്ന വചനം പറയുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മെ ദേശത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കില്ലേ? നാം ഒരു ദേശത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടുന്ന നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമല്ലേ? ദേശത്തിന് വേണ്ടി കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്ന ആ കാവൽക്കാരനോട് ദൈവം വിളിച്ചു ചോദിക്കുക, കാവൽക്കാരാ രാത്രി എത്രയായി? അതായത് നമ്മെ ഒരു ദേശത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുമ്പോൾ ആ ദേശത്ത് ഇനിയും നേരം പുലരാൻ എത്ര സമയം കൂടെ ഉണ്ട് എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ എന്താണ് അതിനകത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത്? നീ ദേശത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ കാഠിന്യം എത്ര ശക്തിയായിരുന്നു. പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടിൻ്റെ കാഠിന്യം എത്രത്തോളം കുറഞ്ഞു. ആ ദേശത്തിൻ്റെ ആത്മഹത്യയുടെ നിരക്ക് എത്ര കുറഞ്ഞു. ആ ദേശത്തിൻ്റെ വ്യഭിചാര ശക്തികളുടെ ആധിപത്യം എത്ര കുറഞ്ഞു. ആ ദേശത്തെ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അളവ് എത്രയും കുറഞ്ഞു. ആ ദേശത്ത് നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുസരിച്ച് അധികാരികളുടെ കണ്ണ് എത്രത്തോളം തുറന്നു. ആ ദേശത്തെ ശുദ്ധീകരിക്കുവാൻ, ആ ദേശത്ത് എതിരായി നിന്ന നിയമവാഴ്ചകൾക്കെതിരായിട്ട് പുതിയ നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നിന്റെ ദേശത്ത് സംഭവിക്കാൻ തുടങ്ങി എങ്കിൽ ഒന്ന് ഞാൻ പറയാം, അതിൻ്റെ പുറകിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം, അതായത് കുഞ്ഞെ മുഴങ്കാലിൽ മടക്കിയിരിക്കുന്ന നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു എന്നല്ലേ? ആ പ്രാർത്ഥന കേട്ട് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചില അധികാരികളെ എഴുന്നേൽപ്പിച്ചു എന്നല്ലേ? ഈ നാളുകളിൽ അങ്ങനെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, ഞാൻ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുകയാ. ഞാൻ ഇനി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ എൻ്റെ ദേശത്തൊരു ഉണർവ് സംഭവിക്കാത്തത്? അങ്ങനെ ഒരു തിരിച്ചറിവ് നിന്റെ ഉള്ളത്തിൽ വരുന്നു എങ്കിൽ പറ, അപ്പാ, എന്നിൽ നിന്ന് ഒരു ഉണർവ് ദേശത്തേക്ക് പൊട്ടിപ്പുറപ്പെടട്ടെ. എൻ്റെ കുടുംബത്തെ അവിടുന്ന് ഉപയോഗിക്കണം. എൻ്റെ തലമുറകളെ അതിനായിട്ട് കർത്തനെ ഒന്ന് ഉപയോഗിക്കണം. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എപ്പോൾ അവസരം കിട്ടുന്നു ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മാവിൻ്റെ പ്രേരണ, ഒരു പുതിയ ബലം എൻ്റെ മേലേക്ക് അപ്പാ അവിടുന്ന് ഇട്ടു തരണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഈ ദിവസം പറ, കർത്താവേ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന് കർത്താവ് അംഗീകരിക്കുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ എൻ്റെയും പ്രാർത്ഥന ഉണ്ടാകേണ്ടതിന് കർത്താവെ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈമാറി തരുന്നു. യെശയ്യാവ് വിളിച്ചു പറയുന്നത് പോലെ, കർത്താവെ, ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് കർത്തൻ്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്ന് കൊടിലെടുത്ത് ഒരു കനൽക്കട്ടയെടുത്ത് അവൻ്റെ നാവിനെ വെച്ച് കഴിഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന് ശേഷം ഇങ്ങോട്ട് താൻ പ്രവചിക്കുന്നത് മുഴുവൻ വരാനിരിക്കുന്ന വാഗ്ദത്തത്തെക്കുറിച്ചും യേശു കർത്താവിനെ കുറിച്ചുമായി എങ്കിൽ
പിന്നീട് വേദപണ്ഡിതന്മാർ ആ യെശയ്യാവിൻ്റെ പുസ്തകത്തെ ബൈബിളിലെ ബൈബിൾ എന്ന് അർത്ഥമാക്കുന്ന നിലയിൽ പേര് കൊടുത്തു എങ്കിൽ, പ്രിയരെ, നീ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നു എങ്കിൽ നിന്റെ ചരിത്രം മാറ്റാൻ ആ ദൈവം ശക്തനാണ്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും നിന്നെ പരിചയമില്ലെങ്കിലും ദൈവത്തിന് നിന്നെ പരിചയമുണ്ടായിരിക്കും. നിന്റെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുവാൻ ഇടയാകും. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിന്റെ ഭവനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകും. അങ്ങനെയെങ്കിൽ നീ എവിടെ കടന്നുപോയാലും ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ തയ്യാറെടുക്കുക. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന് കർത്തൻ പറയുമ്പോൾ എൻ്റെയും പ്രാർത്ഥന അതിനകത്തിലുണ്ട് എന്ന് പറയാനുള്ളൊരു ആർജവത്വം ഈ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് സജ്ജമാകുക. ഉലകത്തിൽ ഒരു മനുഷ്യനും നിന്നെ പരിചയമില്ലെങ്കിലും ഉലകത്തെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ വീട്ടിൽ ഇറങ്ങി വരും. എവിടെ? ആ പ്രാർത്ഥനയിൽ. അതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്ക്. അത്ഭുതങ്ങളെ സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.